നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിച്ച ആശംസകളുമായി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി ജനിച്ച ദൈവപുത്രനായ യേശുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസായി ലോകം ആഘോഷിക്കുന്നതെന്ന് കൽതായ സുറിയാനി സഭാ മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ്. വെട്ടുകാട് പുത്തൂർ പള്ളികളിൽ ബോൺ നത്താലി നടന്നു. കെ കരുണാകരന്റെ 15ാം ചരമ വാർഷിക ദിനാചരണം മുരളി മന്ദിരത്തിൽ പേരമ്പൻ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന ആശംസകളുമായി CTV ന്യൂസിനോട് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മനോഹരമായ കാലം, മഞ്ഞിന്റെ കുളിർ, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിര കുർബാനയുടെ പവിത്രതയുടെ, തിരുപ്പിറവിയുടെ, തിരുകർമ്മങ്ങളുടെ ക്രിസ്മസ്. ക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസ് അഥവാ നാത്തൽ. മണ്ണിൽ വന്നു പിറന്ന നാഥനെ വരവേൽക്കാൻ പുൽക്കൂടും നക്ഷത്രങ്ങളും മനസ്സിൽ 1000 പ്രാർത്ഥനകളുമായി CTV ന്യൂസിന്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ, ബോൺ നത്താലെ ആശംസകൾ. ക്രിസ്മസ് നൽകുന്ന സന്ദേശം മാലാഖമാർ പാടിയതുപോലെ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ പ്രത്യാശയും ലഭിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. പുതുവത്സരത്തിൽ നമുക്ക് പ്രതീക്ഷയോടെ, കൂട്ടായ്മയോടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ സന്തോഷവും സമാധാനവും പ്രത്യാശയും ആശംസിക്കുന്നു. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. കൽതായ സുറിയാനി സഭാ മെത്രാപ്പൊലീത്ത മാർ ഔഗീൻ കുര്യാക്കോസ് CTV ന്യൂസിന് നൽകിയ ക്രിസ്മസ് സന്ദേശം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തുമസ് കൂടെ ആഗതമായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനം വിളിച്ചറിയിച്ചുകൊണ്ട് ആട്ടിടയന്മാരോട് മാലാഖമാർ പറഞ്ഞതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. ഒരു ജാതിക്കോ ഒരു മതത്തിനോ ഒരു ദേശത്തിനോ അല്ല, മറിച്ച് ജാതി, മത, ദേശ എന്നീ എല്ലാവർക്കും, ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള മഹാസന്തോഷം എന്നാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മാലാഖമാർ പാടിയത്. മാത്രമല്ല, ആ ആട്ടിടയന്മാരോട് പറഞ്ഞതിന് ശേഷം മാലാഖമാർ വീണ്ടും പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതായത് ഈ ലോകത്തിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനം, ഭൂമിയിൽ സമാധാനം. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ഒരുപക്ഷെ നാം യേശു ക്രിസ്തുവിൻ്റെ പൂർവ്വചരിത്രം പരിശോധിച്ചാൽ, യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, ആ പ്രവചനങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ പ്രവാചകന്മാർ കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. അതായത് അത് നമ്മൾ കാണുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ പൗലോസ് ലീഗ പറയുന്നുണ്ട്, കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചുവെന്ന്. അതായത് കാലസമ്പൂർണതയിലാണ് ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നത്. ആ കാലസമ്പൂർണതയുടെ ബാക്കി വശത്തെക്കുറിച്ച് നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അതോടൊപ്പം കാണുന്നു, ബത്ലഹേമിൽ അവൻ ജനിക്കും, ദാവീദിന്റെ വംശത്തിൽ നിന്ന് അവൻ ഉണ്ടാകും. അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് നക്ഷത്രങ്ങളും, അതുപോലെ തന്നെ നക്ഷത്രം വഴികാട്ടിയായിട്ട് വരും. അതുപോലെ രാജാക്കന്മാർ സമ്മാനങ്ങൾ കൊണ്ടുവരും. അതുപോലെ തന്നെ കാണുന്നുണ്ട് ചെറു കുഞ്ഞുങ്ങളുടെ നരഹത്യ. ഇങ്ങനെ ഒരുപാട് പഴയ നിയമത്തിലുള്ള പ്രവചനങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് കാലസമ്പൂർണതയിൽ ഇതാ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നുവെന്ന്. ആ കാലസമ്പൂർണതയിൽ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ലോകത്തിന് സമാധാനമായിട്ടാണ്.
ഇന്ന് നാം യേശുക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ആ സമയത്ത് ഈ ലോകത്ത് സമാധാനം വരുത്താനായിട്ട് യേശുക്രിസ്തുവിനെ പോലെ തന്നെ നാമം ജനിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു സത്യമാണ് ഇന്ന് വിളിച്ചോതുന്നത്. യേശുക്രിസ്തു ജനിച്ചു, സമാധാനം ഉണ്ടാക്കാനായിട്ട് ജനിച്ചു. യേശുക്രിസ്തു അതുപോലെ തന്നെ നാം ഓരോരുത്തരെയും വിളിക്കുന്നു ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറാനായിട്ട്. അങ്ങനെ സമാധാനവും നീതിയും ശാന്തിയും ഒക്കെ പുലരുന്ന ഒരു ലോകം വിഭാവനം ചെയ്തുകൊണ്ട് എല്ലാവരും കൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിന് പൂർത്തി ഉണ്ടാകുക. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും നീതിയും ഒന്നും അല്ലാതെ അതിനെതിരായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് സമൂഹത്തിൽ കാണുന്നുണ്ട്. ആ സമൂഹത്തിലാണ് ഇന്ന് ക്രിസ്തുമസിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കപ്പെടേണ്ടത്. അതായത് എതിർപ്പിന് പകരം ദേഷ്യത്തിന് പകരം സ്നേഹമായിട്ടും, അനീതിക്ക് പകരം നീതിയായിട്ടും, അതുപോലെ തന്നെ ദുഃഖത്തിന് പകരം സന്തോഷമായിട്ടും, അതുപോലെ തന്നെ ഇരുട്ടിന് പകരം പ്രകാശമായിട്ടും ഇവിടെ യേശുക്രിസ്തു ജനിക്കപ്പെടണം. യേശുക്രിസ്തു ജനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും ആ രീതിയിൽ ജനിക്കപ്പെടണം. അങ്ങനെ ജനിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു എന്ന പൈതൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജനിക്കണം. അങ്ങനെ ക്രിസ്തു സമാധാനമായി, ശാന്തിയായി, നീതിയായി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ജനിക്കുമ്പോൾ നമുക്കും അതുപോലെ തന്നെയുള്ള മൂല്യങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റും. അങ്ങനെ ക്രിസ്തു നമ്മൾ ആ പോലെ മൂല്യങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ജനിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കട്ടെ. അതോടൊപ്പം തന്നെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ മറ്റ് കളികളിലും പാട്ടുകളിലും കരോൾ സർവീസുകളിലും ഒക്കെ വളരെ തിരക്കായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അഭിനയിക്കുകയും പാടുകയും അതുപോലെ തന്നെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥ പറയുന്ന സമയത്ത് കുട്ടികളോട് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ രാജാക്കന്മാരെക്കുറിച്ചും കഥകൾ പറഞ്ഞ് സ്കിറ്റ് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ച അവസരത്തിൽ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുട്ടി ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, പക്ഷേ അന്ന് രാജാക്കന്മാരെ ആട്ടിടയന്മാരെ വഴി നടത്തിയ ആ നക്ഷത്രം ഇന്ന് എവിടെയാണ് എന്ന് ചോദിക്കുകയുണ്ടായി. അത് ചോദിച്ചപ്പോൾ അന്ന് ആ ടീച്ചർ പറയുകയുണ്ടായി, ആ നക്ഷത്രം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന്. അതായത് യേശു ക്രിസ്തുവിലേക്ക് ആട്ടിടയന്മാരെയും രാജാക്കന്മാരെയും വഴി നടത്തുകയായിരുന്നു അന്നത്തെ നക്ഷത്രത്തിൻ്റെ ദൗത്യം. ആ ദൗത്യം ഇന്ന് ഏറ്റെടുക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. ക്രിസ്തുവിലേക്ക് വഴി നടത്തേണ്ടവരായിട്ട് മാറേണ്ടവരാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മുടെ ഈ ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും സാഹോദര്യവും സ്നേഹവും കരുതലും ഒക്കെ ഉയർത്തിപ്പിടിക്കേണ്ട, മതേതര സാഹോദര്യം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അതിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സമാധാനം സന്തോഷവും മുന്നിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുന്നു. മതങ്ങളുടെ പേരിലല്ല, മറിച്ച് മനുഷ്യരുടെ പേരിൽ, സമാധാനത്തിൻ്റെ പേരിൽ, സന്തോഷത്തിൻ്റെ പേരിൽ, നീതിയുടെ പേരിൽ, സത്യത്തിൻ്റെ പേരിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട്, ഈ നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ക്രിസ്തുമസ് നമുക്ക് പ്രചോദനമാകട്ടെ എന്നൊരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ക്രിസ്തുമസ് ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും CTVയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം ക്രിസ്തുമസ് ആശംസകളും വത്സരാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാടും നഗരവും നക്ഷത്രപ്രഭയിൽ നക്ഷത്രത്തിളക്കത്തിന്റെ സൗകുമാര്യം വാരി വിതറുന്നു. LED തൊട്ട് നൂതന ആകർഷണമുള്ള നക്ഷത്രങ്ങളുമായി ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണികൾ സജീവമായി. പഴയ കാലത്തെ പുൽക്കൂട് നിർമ്മാണമൊക്കെ വിസ്മരിച്ച് എല്ലാം നല്ല ചന്തമുള്ള പുൽക്കൂടുകൾ വിപണികളിൽ ലഭ്യമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് മത്സര കാഴ്ചകൾ ഒരുക്കുന്ന തിരക്കിലാണ് കച്ചവടക്കാർ. ഇതിനു പുറമെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആകർഷണമേകുന്ന കലാമേന്മകളും അലങ്കരിക്കലും കൃത്യമായി നടക്കുന്നു. തിരുപ്പിറവിക്ക് മുൻപായി കരോൾ സംഘങ്ങളും വിളംബരമായി വീടാന്തരം കയറിയിറങ്ങുന്നു. കൂടാതെ ക്രിസ്മസിന്റെ അവിഭാജ്യ ഘടകമായ മേന്മയേറിയ വിവിധ ഇനം കേക്കുകളായ പ്ലം കേക്ക് വിഭാഗത്തിൽപ്പെട്ട
പുഡിംഗ് കേക്ക്, ഈത്തപ്പഴം, ക്യാരറ്റ്, കോഫി, ചക്ക, കശുവണ്ടി തുടങ്ങിയ ഇനങ്ങളും പല വിധത്തിലുള്ള ക്രീം കേക്കുകളും ക്രിസ്മസ് വിപണിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ ക്രിസ്മസിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി ബോൺ നതാലെ സംഘടിപ്പിച്ചു. പള്ളിയുടെ ഇരുഭാഗങ്ങളിലെ കപ്പേളകളിൽ നിന്നും ആരംഭിച്ച ബോൺ നതാലയിൽ വിവിധ യൂണിറ്റുകളിലെ അംഗങ്ങൾ പങ്കെടുത്തു. ക്രിസ്മസിന്റെ വരവ് അറിയിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമവും പാപ്പ ഡാൻസ് മത്സരവും ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ, കൈക്കാരന്മാരായ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, ബിജോ കുര്യൻ മണ്ണാമ്പറമ്പിൽ, ജേക്കബ് പാലമറ്റം, ജിൻസ് തെക്കേക്കുടിയിൽ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ജോഷി പാലക്കപ്പറമ്പിൽ, മനോജ് കളപ്പുരയ്ക്കൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. Here we go, here's the road back aside. Do you know the pressure? Are you guided by it? It's now whenever must you decide. Come break it, let your fire and ride. In the political level, be the young, need orders. In the veteran partner, they still get to be fine. The country that he orders up to my demand cartoon. So I am ready to do what I have to do. What I need to do, what is to do. What will you not be able to do? I'm here to get out. Even if I feel like it's a battle. If you look at the man, I'm going to put them up for you. I don't want to come out. പുത്തൂർ സെന്റ് തോമസ് പള്ളിയിലെ ബോൺ നതാലെ ഫൊറോന വികാരി ജോജു പനയ്ക്കലിന്റെ നേതൃത്വത്തിൽ നടത്തി. മതബോധന പാഠശാലയിലെ കുട്ടികൾ, ഇടവക അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, മാതൃസംഘം, KCYM, CMC തുടങ്ങിയവർ നേതൃത്വം നൽകി. We wish you Christmas, Merry Merry Christmas.
Christmas, fragrance of peace spreading everywhere. Bending the talam, swarloka kundam, parinde natham, pujavana, Gloria, geetam paadida, shavidan, kudarai maarida, egum aagasham poodam, neerakannuge karannaderam, odi manga snegathiram, varakaviyum neeramaida, ida, ida, ida. This is the season of love, this is the moment of love, this is the passion of love, Natale. This is the season of love, this is the moment of love, this is the passion of love, Natale. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് പാപ്പ മത്സരവും ബോൺ നതാലയും ഒരുക്കി. 14 കുടുംബ സമ്മേളന യൂണിറ്റുകളിൽ നിന്ന് 1000-ഓളം ക്രിസ്മസ് പാപ്പാമാർ പങ്കെടുത്തു. വികാരി റവറൻ ഫാദർ ഷിൻഡോ പാറയിൽ പാപ്പ മത്സരം ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ റെനി ജോസ്, ജോയ്, ദേവസി, ജേസൺ കെട്ടി, കുടുംബ സമ്മേളന ഏകോപന സമിതി കൺവീനർ ബെന്നി KF എന്നിവർ നേതൃത്വം നൽകി. കേരളത്തെ ദീർഘവീക്ഷണത്തോടെ പുരോഗതിയിലേക്ക് നയിച്ച ഭരണാധികാരിയായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ എന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികളാണ് കേരളത്തെ ലോകത്തിനു മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയത്തക്കവണ്ണം അദ്ദേഹം നടപ്പിലാക്കിയത്. ഉദ്യോഗസ്ഥർക്ക് ഭരണം വിട്ടു നൽകാതെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഉണ്ടെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. വിമർശനങ്ങളെ ഭയക്കാതെ ദിശാബോധത്തോടെ സംസ്ഥാനത്തെ നയിച്ചു. കേരളത്തിലെ കോൺഗ്രസിനെ വളർത്തുന്നതിൽ അദ്ദേഹം പുലർത്തിയ ജാഗ്രതയും കണിശതയും ഇന്നത്തെ നേതാക്കൾക്കും പുതുതലമുറയ്ക്കും പാഠമാണെന്നും തേറമ്പിൽ കൂട്ടിച്ചേർത്തു. ലീഡർ കെ കരുണാകരൻ്റെ 15ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് DCCയുടെ നേതൃത്വത്തിൽ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയും അനുസ്മരണവും ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. എതിരാളികൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെപ്പോലും തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അനിതര സാധാരണമായ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടായിരുന്ന നേതാക്കന്മാരുടെ നേതാവായിരുന്നു ലീഡർ എന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCC ഓഫീസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നിലവിളക്ക് കൊളുത്തി. ജോസ് വള്ളൂർ, KV ദാസൻ, KB ശശികുമാർ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് ചാലിശ്ശേരി, IP പോൾ, KB ജയറാം, അഡ്വക്കേറ്റ് സിജോ കടവിൽ, MS ശിവരാമകൃഷ്ണൻ, സുബി ബാബു, P ശിവശങ്കരൻ, സജീവൻ കുര്യച്ചിറ, KH ഉസ്മാൻ ഖാൻ, സജി പോൾ മാടശ്ശേരി, KP രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. കുതിരാനിൽ സർവീസ് റോഡിൽ വൻതോതിൽ ഹോട്ടൽ മാലിന്യം തള്ളി കർശന നടപടിയെന്ന് പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത കുതിരാൻ വഴക്കുംപാറ അടിപ്പാതയിലേക്ക് ഇറങ്ങുന്ന സർവീസ് റോഡിലാണ് വൻതോതിൽ അഴുകിയ ഹോട്ടൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ, 9ാം വാർഡ് അംഗം സോഫി ജിജി, 6ാം വാർഡ് അംഗം ഡീന മോൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ വിളിച്ചു വരുത്തി മാലിന്യത്തിൽ നിന്നും ഒരു ഹോട്ടലിൻ്റെ നമ്പർ ലഭിക്കുകയും അവരെ വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പാണഞ്ചേരി പഞ്ചായത്തിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായിരിക്കുമെന്നും കനത്ത പിഴ ഈടാക്കുമെന്നും പഞ്ചായത്ത് അംഗം KP ചാക്കോച്ചൻ പറഞ്ഞു. കാലങ്ങളായി ദേശീയപാത കുതിരാനിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണെന്നും ഇത് മാരകമായ അസുഖങ്ങൾക്ക് വഴിവെക്കുമെന്നും സംഭവം നടന്ന വാർഡിലെ പഞ്ചായത്ത് അംഗം സോഫി ജിജി പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനു KVയും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ നടത്തിയതിനു ശേഷം മാലിന്യം സംസ്കരിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഈ റോഡ് നമ്മുടെ സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന റോഡ് നമ്മൾ നാഷണൽ ഹൈവേയുടെ മില്ലിംഗ് വേസ്റ്റ് ഇട്ട് നന്നാക്കി തൊട്ടടുത്ത ദിവസം തന്നെ മാലിന്യം തട്ടുന്നതിൻ്റെ ഒരു ഇടമായിട്ട് മാറ്റിയിരിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരാണ് ഇതിൻ്റെ പിന്നിൽ. എറണാകുളം അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്ന ഒരു ടീമാണ് ഇതിൻ്റെ ബാക്കിൽ. ഒരു അധോലോക ഗുണ്ടകൾ പ്രവർത്തിക്കുന്ന പോലെയാണ് ഇവിടെ പല പ്രാവശ്യം ഉണ്ടാവുന്നത്. ഇതിന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കക്കൂസ് മാലിന്യം ഇവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇടപെടലും നടത്തിയിരുന്നു. ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടിയായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അടുത്ത പ്രൊജക്റ്റിൽ ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതായിരിക്കും. ഈ അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഇതിൽ ഇടപെട്ട് ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ പ്രതികളെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും. ഞാൻ ഇവിടുത്തെ ഒരു മെമ്പറാണ്, ഈ വാർഡിന്റെ മെമ്പറാണ്. ഇവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തള്ളുക എന്നുള്ളത്. ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കാണെങ്കിലും അത് വളരെയധികം അസുഖങ്ങളൊക്കെ ബാധിക്കാനിടയുള്ള ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. പഞ്ചായത്ത് കർക്കശമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. അതിന് ആ കടകളിൽ നിന്നുള്ള ബില്ല് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതും പ്രകാരം നമ്മൾ അതിനെ ഫോളോ ചെയ്തിട്ട് കർശനമായിട്ടും ഇതിനെതിരെ നമ്മൾ നടപടി എടുത്തിരിക്കും.
നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച ജിത് ചാക്കോയെ തെരഞ്ഞെടുത്തു. യൂത്ത് കോൺഗ്രസ് മേഖലാ പ്രസിഡന്റ്, മണ്ഡലം വൈസ് പ്രസിഡന്റ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ നിരവധി സമരമുഖത്തും നിറസാന്നിധ്യമായിരുന്ന യുവ നേതാവാണ് നിലവിൽ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ ജിത് ചാക്കോ. നേതൃയോഗത്തിന് ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, DCC സെക്രട്ടറി ML ബേബി, മണ്ഡലം പ്രസിഡന്റ് ES അനിരുദ്ധൻ, ബിന്ദു കാട്ടുങ്ങൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ ജില്ലയിലെ 90ഓളം പ്രധാന അധ്യാപകർ പങ്കെടുത്ത ക്രിസ്മസ് ആഘോഷം വേറിട്ട അനുഭവമായി. തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ജോഫി C മഞ്ഞളി, സെക്രട്ടറി ജോഷി VV, പ്രോഗ്രാം കൺവീനറും തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് പ്രധാന അധ്യാപികയുമായ ബിന്ദു, KP സിസ്റ്റർ ആഗ്നസ്, അജയ് കുമാർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാന്താക്ലോസ് അപ്പൂപ്പൻ എല്ലാ പ്രധാന അധ്യാപകർക്കും മിഠായികൾ വിതരണം ചെയ്തു. ഒപ്പം ക്രിസ്മസ് കേക്ക് മുറിച്ച് വിതരണം ചെയ്യുകയും ക്രിസ്മസ് കരോൾ ഗാനം പാടുകയും ക്രിസ്മസ് കളികൾ കളിക്കുകയും ചെയ്തു. എല്ലാ പ്രധാന അധ്യാപകരും സജീവമായി പങ്കെടുത്ത ചടങ്ങിൽ വിജയികൾക്ക് തൃശൂർ ജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഏറെ വർണ്ണാഭമായി. തൃശൂർ പൂമല പുളിയന്മാക്കാൽ ഷോട്ടോക്കാൻ കരാട്ടെ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയും ബലൂൺ പൊട്ടിക്കൽ ഉൾപ്പെടെ വിവിധ ഇനം കളികൾ നടത്തുകയും കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. കരാട്ടെ സീനിയർ അധ്യാപകരായ ജിജോ കുര്യനും ജോജോ കുര്യനും നേതൃത്വം നൽകി. കോഴിയിറച്ചിക്ക് വില വർദ്ധിക്കാം. തമിഴ്നാട്ടിൽ കർഷകർ സമരത്തിലേക്ക്. തമിഴ്നാട്ടിലെ പൗൾട്രി ഫാമുകൾക്ക് വേണ്ടി കോഴികളെ വളർത്തി നൽകുന്ന കർഷകർ ജനുവരി 1 മുതൽ സമരം പ്രഖ്യാപിച്ചു. പുതുവർഷത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇറച്ചിക്കോഴിക്ക് വില കൂടാൻ ഇത് കാരണമായേക്കും. കോഴി വളർത്തലിനുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർഷകർ സമരത്തിലേക്ക് നീങ്ങുന്നത്. കോഴികളെ വൻകിട ഫാമുകൾക്ക് നൽകുന്നതിന് നിലവിൽ കിലോഗ്രാമിന് 6 രൂപ 50 പൈസയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഇത് 20 രൂപയാക്കി ഉയർത്തണമെന്നതാണ് ആവശ്യം. മഹാത്മാഗാന്ധിയുടെ ആത്മകഥാ രചനയുടെ ശതാബ്ദി വർഷത്തിൽ 18 ഭാഷകളിലുള്ള ആത്മകഥാ ഗ്രന്ഥങ്ങൾ സർവോദയ ദർശൻ തൃശൂർ സെന്റ് തോമസ് കോളേജിന് സമ്മാനിച്ചു. കോളേജിലെ ഗാന്ധി സ്ക്വയറിൽ നടന്ന ശതാബ്ദി സദസ്സ് സർവോദയ ട്രസ്റ്റ് ചെയർമാൻ M പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ KM മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ ജ്ഞാന സംവിധാനം ഡയറക്ടർ സിസ്റ്റർ ഡോക്ടർ CV ഷീബ, IQAC കോർഡിനേറ്റർമാരായ ഡോക്ടർ ദിവ്യ ജോർജ്, പ്രോഗ്രാം ഡയറക്ടർ K സിബി, പത്മപ്രിയ നായർ, K ജ്യോതിക എന്നിവർ പ്രസംഗിച്ചു. തമിഴ്നാട് ജില്ലയിലെ തിരുനെൽവേലി സ്വദേശിയായ ജമീല R എന്ന സ്ത്രീയെ 2023 മാർച്ച് മാസം മുതൽ തൃശൂർ ദിവാൻജി മൂലയിൽ നിന്നും കാണാതായ ജമീലയ്ക്ക് കാഴ്ചക്കുറവുണ്ട്. വലതുപുരികത്തിനും മുകളിൽ ഒരു മുറിപ്പാടും 2 കാതിലും കമ്മൽ ഇടുന്നതിനായി വലിയ ദ്വാരമുണ്ടെന്നും മുകൾ നിലയിൽ മധ്യത്തിലുള്ള 3 പല്ലുകളുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയാണ്. ജമീലയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 9497 990084 8075487509 എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്നും തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും
പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. പട്ടിക്കാട് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ മെഗാ ബോൺനത്താലെ സംഘടിപ്പിച്ചു. പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് മെഗാ ബോൺനത്താലെ 2025 സംഘടിപ്പിച്ചു. മതബോധന അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് ബോൺനത്താലെ സംഘടിപ്പിച്ചത്. വികാരി ഫാദർ തോമസ് വടക്കോട്ട്, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിയിൽ നിന്ന് ആരംഭിച്ച് പീച്ചി റോഡ് വഴി പട്ടിക്കാട് സെന്റർ ചുറ്റി വീണ്ടും പള്ളിയിലെത്തി സമാപിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിച്ച ആശംസകളുമായി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിനായി ജനിച്ച ദൈവപുത്രനായ യേശുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസായി ലോകം ആഘോഷിക്കുന്നതെന്ന് കൽതായ സുറിയാനി സഭാ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ്. വെട്ടുകാട് പുത്തൂർ പള്ളികളിൽ ബോൺ നത്താലെ നടന്നു. കെ കരുണാകരന്റെ 15ാം ചരമവാർഷിക ദിനാചരണം മുരളി മന്ദിരത്തിൽ പേരമ്പൻ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.